ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം വരാൻ പോവാണ്. ആ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പ്രവചിച്ചാലോ? മെയിൻസിന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഡിഗ്രി 10th +2 ലെവലിലൊക്കെ ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ പാടൊന്നുമില്ല ഇപ്പം പി എസ് സിയിലെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പ്രവചിക്കാൻ. ബിക്കോസ് പി എസ് സി അത് സാധാരണ പരീക്ഷകൾ ചോദിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ ഓൺലൈൻ പരീക്ഷകൾ ചോദിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ HSA അല്ലെങ്കിൽ HSA പോലെയുള്ള പരീക്ഷകൾ ചോദിക്കും. ജനറൽ പി എസ് സി ഇതര പി എസ് സി പരീക്ഷകളിൽ അവർ ചോദിക്കുന്ന GK ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് സാധാരണ ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ മറ്റ് പി എസ് സി പരീക്ഷകളിലൊക്കെ വരാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പി എസ് സിയുടെ പൾസ് തിരിച്ചറിഞ്ഞ് സ്ട്രോങ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താം കേട്ടോ. അപ്പൊ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാണ്. ഇന്നത്തെ ഈ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക എല്ലാവരും. ഈ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഈ വീഡിയോയുടെ പാർട്ട് 1 കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അതൊന്ന് കാണുക കേട്ടോ. അതിലും ഇതുപോലെ കുറെ ഫാക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഇപ്പോ ഈ ഒരു പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്. ചോദ്യം എളുപ്പമാണല്ലേ? എന്താണ്? എ ഡിസോർഡർ ദാറ്റ് ഇൻക്ലൂഡ്സ് ഡിഫിക്കൽട്ടി ഇൻ സ്റ്റേയിങ് ഫോക്കസ്ഡ് ആൻഡ് പേയിങ് അറ്റൻഷൻ. അതായത് അറ്റൻഷൻ ഡെഫിഷ്യൻസി. അടുത്തത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഭഗത് ഫാസിൽ തുറന്നു പറഞ്ഞു എന്താ, അദ്ദേഹത്തിന് ADHD എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതായത് ഒരു ടാസ്കിൽ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതേസമയം ഇരിക്കാൻ പറ്റില്ല, നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവും. ആ ഒരു ഇഷ്യൂ ADHD ഭഗത് ഫാസിലാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഈ അസുഖത്തിന്റെ പേരെന്താണ്? ADHD. ഇനി അടുത്ത വരാൻ പോകുന്ന ചോദ്യം എന്താണെന്നറിയോ? ADHDയുടെ പൂർണ്ണ രൂപം എന്ത്? അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഇതായിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് അവർ ചോദിക്കുമ്പോൾ അറ്റൻഷൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിക്രീസ്ഡ് എന്നായിരിക്കും അവർ ചോദിക്കുക. ഡെഫിസിറ്റ് ഡിക്രീസ്ഡ് എന്നായിരിക്കും ചോദിക്കുക അല്ലെ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പേര് മാറ്റി അവർ ചോദിക്കും. നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ADHD എന്ന് പറയുന്നത് അല്ലെ? യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ GK സെക്ഷനിൽ ഈ ചോദ്യം വരാം. ഒന്ന് നോക്കിക്കോണേ, ഇതൊരു അടിപൊളി ചോദ്യമാണ്. A foolish consistency is the hobgoblin of little mind, adored by little statesmen and philosophers and divines. കണ്ടിട്ട് എന്തോ ഒരു സാധനം തോന്നും. സംഭവം സിമ്പിൾ ആണ്. ചോദ്യം ഇത് ആരാണ് ഈ കൊട്ടേഷൻ പറഞ്ഞതെന്നാണ് ചോദ്യം. അതിനു മുമ്പ് ഈ വാചകത്തിന് അർത്ഥം എന്താണെന്ന് നോക്കാം. A foolish consistency is a hobgoblin of little mind. അതായത് ഈ മാമൂലുകളില്ലേ, പണ്ടുകാലം തൊട്ടേ നമ്മൾ പിന്തുടരുന്ന ചില അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് പിന്തുടരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് മണ്ടന്മാരാണ്, പൊട്ടന്മാരാണെന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ? അപ്പോ ഈ ഫൂളിഷ് കൺസിസ്റ്റൻസി എന്നുള്ള വാക്കുകൾ ഇമ്പോർട്ടൻ്റ്. ഇപ്പം നിങ്ങൾ നന്നായിട്ട് PC പരീക്ഷയിൽ കഷ്ടപ്പെട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് PC പരീക്ഷ ജയിക്കാൻ പറ്റും. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ തെറ്റായിട്ടുള്ള ബുക്ക് ലിസ്റ്റ് വെച്ചാൽ പഠിക്കുന്നതെന്നിരിക്കട്ടെ, PC പരീക്ഷ പാസ്സാവില്ല. അപ്പൊ കൺസിസ്റ്റൻസിയിലല്ല കാര്യം, ഫൂളിഷ് കൺസിസ്റ്റൻസിയിലല്ല കാര്യം, നമ്മൾ കറക്റ്റ് രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് കാര്യം അല്ലെ? അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് ഒന്ന് കാണുക. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായ? ഫൂളിഷ് കൺസിസ്റ്റൻസി ഇസ് ദ ഹോബോബ്ലിൻ ഓഫ് ലിറ്റിൽ മൈൻഡ്സ്. കാലാകാലങ്ങളായിട്ട് മാറേണ്ട കാര്യങ്ങൾ മാറണം, അത് കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ തന്നെ പിടിച്ചു തൂങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നാണ് പറഞ്ഞത്. ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാൽഫ് വാൾഡോ എമേഴ്സൺ ആണ് പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇനി വൊക്കാബുലറിൽ എന്താ ചോദിക്കുമെന്നറിയോ? ഹോബ് ഗോബ്ലിൻ. ഇത് എന്ന ചാതനവും എന്തായിരിക്കും ഇനി വൊക്കാബുലറിയിൽ നമുക്ക് ചോദ്യം വരാൻ പോകുന്നത്. ഇത് വേതാളം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ അതുപോലെയുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടിച്ചാതം എന്നൊക്കെ പറഞ്ഞല്ലോ, ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കുരുത്തക്കേടൊക്കെ ഉള്ള ഒരു സ്പിരിറ്റ്, ഒരു ഭൂതത്തിന്റെ പേരാണ് ഹോബ് ഗോബ്ലിൻ എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പ്രതിദാനം ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്നുള്ള അർത്ഥത്തിലാണ്. ഫൂളിഷ് കൺസിസ്റ്റൻസി ഇസ് ദ ഹോബ് ഗോബ്ലിൻ അല്ലെ? അതായത് ഫൂളിഷ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുട്ടിച്ചാത്തനെ പോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ വേതാളം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണത്. അപ്പം ഈ ചോദ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. ഓപ്ഷൻസ് നമുക്ക് നോക്കണം, എന്തൊക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇത് എക്സ്പ്ലിസിറ്റ് ചോദ്യമല്ല, ഹോബ് ഗോബ്ലിൻ എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് ക്വസ്റ്റൻ അല്ല. പക്ഷെ ഇവിടുന്ന് ആ ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് അനലിറ്റിക്കലായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ബാച്ചുകളിലൊക്കെ ഈ രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡെമോ ക്ലാസ് അത് നിങ്ങൾക്ക് കിട്ടും. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അഡ്മിഷനിലേക്ക് വരിക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അത്ര റിസർച്ച് ബേസ്ഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്ലാസ് ആണ്. ഈ തത്തമേ പൂച്ച എന്നുള്ള ക്ലാസ് അല്ല. പകരം അനലിറ്റിക്കലായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ ഒരു ആശയം അതിനെ പൂർണ്ണമായും 360 ഡിഗ്രിയിൽ ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്ന ക്ലാസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക.
ഇനി വരാൻ പോകുന്ന LSTD അല്ലെങ്കിൽ KS പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ തത്തുല്യമായിട്ടുള്ള ബാച്ചുകളിലേക്ക് വരാവുന്നതാണ്. ഇതുപോലെ അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം, ഇത് നല്ലൊരു മെയിൻസ് നിലവാരത്തിലുള്ള ഒരു ചോദ്യമാണ്. സോറി. The erosion of states' autonomy can be observed in which of the following spheres? ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്നാണ് പറയുന്നത് അല്ലെ. ഒരു കേന്ദ്ര സർക്കാരുണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്. കേന്ദ്ര സർക്കാരിന് കുറെ പവർ ഉണ്ട്, സംസ്ഥാന സർക്കാരിന് കുറെ പവർ ഉണ്ട്. ഇതാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യം, അമേരിക്ക ഒരു ഫെഡറൽ രാജ്യമാണ്. പക്ഷെ ബ്രിട്ടൻ ഒരു ഫെഡറൽ രാജ്യമല്ല. കാര്യം അവിടെ കേന്ദ്ര ഗവൺമെന്റിനാണ് പവർ മൊത്തം ഇരിക്കുന്നത്. അവിടെ സ്റ്റേറ്റുകൾക്ക് അങ്ങനെ പവർഫുൾ ഗവൺമെന്റ്സ് ഒന്നും ഇല്ല. അവിടെ എല്ലാം കേന്ദ്രമാണ്, അതൊരു യൂണിറ്ററി സിസ്റ്റമാണ്. പക്ഷെ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും പവർ ഉണ്ട്, ഇവിടെയും പവർ ഉണ്ട്. പക്ഷേ ചില ഘട്ടത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരം, അവരുടെ ഓട്ടോണോമി അത് നശിച്ചു പോകാറുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങ് സബ്സ്യൂംഡ് ആയി പോകാറുണ്ട്. അത് ഏതൊക്കെ ഘട്ടത്തിലാണെന്ന ചോദ്യം. ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ എമർജൻസി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണം നടത്തുന്നത് ആരായിരിക്കും? പ്രസിഡന്റിന്റെ നിർദ്ദേശം കേരളത്തിലെ ഭരണം നടത്താം. അപ്പൊ കേരള സർക്കാരിന് അധികാരം പോയി. അപ്പം ഇതെന്തായാലും ഉണ്ട്. ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണോ സംസ്ഥാനത്തിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയി ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്? കേന്ദ്രമല്ലേ. അപ്പൊ അവിടെയും കേന്ദ്രമാണ് സംസ്ഥാനത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതും സംസ്ഥാനത്തിന്റെ പവറിനെ ഇകഴ്ത്തുന്ന ഒരു കാര്യമാണ്. പ്രസിഡന്റ്സ് അസെന്റ് ടു ദ സ്റ്റേറ്റ് ബിൽ, അതും സത്യമാണ് കേട്ടോ. ഇതൊക്കെ ലക്ഷ്മികാന്തനത്തുള്ള പോയിന്റ് ആണ്. അതുപോലെ ഓൾ ഇന്ത്യ സർവീസ്, ഇപ്പൊ IPS, ഓൾ ഇന്ത്യ സർവീസസ്, IAS. ഒരു IPS കാരനായിരിക്കും കേരളത്തിലെ പോലീസ് മേധാവി, ഒരു IAS കാരനായിരിക്കും ഡിസ്ട്രിക്ട് കളക്ടർ. സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളാണ് ഇവര്. പക്ഷെ ഇവരെ റിക്രൂട്ട് ചെയ്യുന്നതും അപ്പോയിന്റ് ചെയ്യുന്നതും ആരാ? UPSC ആണ്. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിന്റെ ഓട്ടോണോമിയുടെ മുകളിലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് ഓൾ ഇന്ത്യ സർവീസസും അല്ലെ. അത് നിങ്ങൾ അപ്പൊ ഇതിനൊരു ബദലാണ് KS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഒരു ഉദ്ദേശം അതാണ്, സ്റ്റേറ്റിന്റെ ഓട്ടോണോമി നിലനിർത്തുക അല്ലെ. യെസ്, ഞങ്ങളുടെ KS ബാച്ചസ് റണ്ണിങ് ആണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. നമുക്ക് അടുത്തൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. PSC അങ്ങനെ അധികം ചോദിച്ചിട്ടില്ലാത്തതും എന്നാൽ ചറപറാന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഏരിയ ആണ് ഇവിടെ. പാർലമെന്റിലെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കും? ഇപ്പൊ നമ്മൾ രാവിലെ അലാറം വെക്കുന്നു, എഴുന്നേക്കുന്നു, പല്ലിക്കുന്നു, കുളിക്കുന്നു, ആഹാരം കഴിക്കുന്നു അല്ലെ. അതാണ് നമ്മുടെ റൊട്ടീൻ. പാർലമെന്റിന്റെ അകത്ത് എങ്ങനെയാണ് റൊട്ടീൻ പോവുക? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിയമസഭ, സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ റൊട്ടീനും നമുക്ക് കിട്ടും. രണ്ടും സിമിലർ കോൺസെപ്റ്റ് ആണ്. പാർലമെന്റിന്റെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പീരീഡ് ഇല്ലേ, ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, പിന്നെ ലഞ്ച് ബ്രേക്ക്, പിന്നെ അടുത്ത പീരീഡ്, അങ്ങനെ പോകുമല്ലോ. അതുപോലെ പാർലമെന്റിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് എന്ത് വെച്ചാണെന്നാണ് ചോദ്യം. എന്ത് വെച്ചിട്ടാണെന്നാണ് ചോദ്യം. മനസ്സിലാകുക. ക്വസ്റ്റ്യൻ അവർ, ചോദ്യോത്തര വേളയിലാണ് പാർലമെന്റിന്റെ ഒരു ദിവസത്തെ ആരംഭിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ അവർ ആണ് ആദ്യത്തെ കോണ്ടെക്സ്റ്റ്. പിന്നെയാണ് 0 അവർ വരുന്നത്. 0 അവർ ക്വസ്റ്റ്യൻ അവറിന്റെ അടുത്തൊരു പീരീഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഘട്ടമാണ് 0 അവർ. ഇത് എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ പിന്നെ ഒരു ക്ലാസ് വിശദമായിട്ട് ചർച്ച ചെയ്തുതരാം. മനസ്സിലാക്കുക. 0 അവർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഇന്നോവേഷനാണ്. ഇന്ത്യക്കാരാണ് പാർലമെന്റിൽ 0 അവർ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. 0 കണ്ടെത്തിയത് ഇന്ത്യക്കാരാണല്ലോ. അപ്പൊ 0 അവർ ഇന്ത്യക്കാരെയാണ് ഓർത്തിരുന്നുള്ളൂ. ഇതൊക്കെ ക്യാപ്സൂളാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയം നമുക്ക് ഇവിടെ ഇല്ല. ഒരു ക്യാപ്സൂൾ രൂപത്തിൽ ഇത് കാണാതെ അങ്ങ് പഠിച്ചോ. ക്വസ്റ്റ്യൻ അവറിൽ പാർലമെന്റിന്റെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം 0 അവറിലേക്കാണ് പോകുന്നത്. 0 അവർ എന്ന് പറയുന്നത് ഇന്ത്യക്കാര് കണ്ടെത്തിയ ഒരു പാർലമെന്ററി ഇന്നോവേഷൻ ആണ് അല്ലെ. യെസ്, അങ്ങനെ ഓർത്തിരിക്കാം. പിന്നെ ഇത് ലഞ്ചാണ്, ലഞ്ചിലേക്ക് പോകും. പിന്നെ ലെജിസ്ലേറ്റീവ് ഡിസ്കഷൻ, അതിനകത്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്യാം, വിശദമായി പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അല്ലെ. 94. ഗ്രന്ഥശാല സംഘം ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്തതെന്നാണ് ചോദ്യം. ഗ്രന്ഥശാല സംഘം ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്തത്? 1945 എന്നുള്ള കാര്യം ഓർക്കുക. 1945. അടുത്തത് പാർലമെന്റിന്റെ ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ് എന്നാണ് ചോദ്യം. എന്താണ് ക്വാസി ജുഡീഷ്യൽ പ്രോസസ്? ജുഡീഷ്യറിയുടെ പ്രോസസ് എന്താണെന്ന് അറിയാം. അവരുടെ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലയോ എന്ന് കണ്ടെത്തുന്ന പരിപാടിയാണ് ജുഡീഷ്യറി എന്നത് അല്ലെ. വിചാരണ ചെയ്യുന്ന ജുഡീഷ്യറിയാണ്. അപ്പൊ ക്വാസി ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ അല്ല, എന്നാൽ ജുഡീഷ്യറിയെ പോലെ അങ്ങനെ പറയുന്നത്. ക്വാസി മീൻസ് സംതിങ് റിസംബിൾസ് ടു സംതിങ്. ക്വാസി ഫെഡറലിസം എന്ന് വെച്ചാൽ ഫെഡറലിസം അല്ല, പക്ഷെ ഫെഡറലിസം പോലെ എന്നൊരു സാധനമാണ്. അപ്പൊ ക്വാസി ജുഡീഷ്യറി തത്തുല്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യം പാർലമെന്റ് എവിടെയാണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അത് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ആണ്. ശ്രദ്ധിക്കുക, ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന വാചകം പ്രസിഡന്റിന് മാത്രമുള്ളതാണ്. പ്രസിഡന്റിനാണ് നമ്മൾ ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. യെസ്, അപ്പോൾ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതാണ് ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ ചോദ്യം നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ആണ്.
മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്. ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇറങ്ങുമല്ലോ. ഇത് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഇത് ആരാണ് എൻഫോഴ്സ് ചെയ്യുന്നത്? ആരാണ് ഇത് കൊണ്ടുവരുന്നത്? ആരാണ് ഇത് എൻഫോഴ്സ് ചെയ്യുന്നത്? ആരാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. എത്ര ആൾക്കാർക്ക് ഇതിന് ആൻസർ അറിയാം നോക്കട്ടെ. എഗെയിൻ, പഴുതടച്ച് ഇനി വരാൻ പോകുന്ന PSC എക്സാംസിന് തയ്യാറെടുക്കാനായിട്ട് ഞങ്ങളുടെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചിലേക്ക് വരാവുന്നതാണ്. അവർ അടുത്ത വർഷത്തെ എക്സാംസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ബാച്ചസ് ഞങ്ങൾക്കുണ്ട്. ഇതുപോലെ അനലിറ്റിക്കലായിട്ട് പഠിക്കാം. PSCയുടെ പൾസ് തിരിച്ചറിഞ്ഞ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.